സമ്മത തപസ്സുതപ്തം കിമനേന പൂർവം നിരസ്തമാനേന ച മാനതേന ധർമ്മോഥവാ സർവജനാനുകമ്പയാ യതോ ഭവാം സ്തുഷ്യതി സർവജീവഃ കസ്യാനുഭാവോസ്യ ന ദേവ വിദ്മഹേ തവാഘ്രിരേണു സ്പരിശാധികാര യദ്വാഞ്ഛയാ ശ്രീർലലനാചരത്തപോ വിഹായ കാമാൻ സുചിരം ധൃതവ്രത ന നാഗപൃഷ്ഠം ന ച സാർവഭൗമം ന പാരമേഷ്ഠ്യം ന രസാധിപത്യം ന യോഗസിദ്ധീരാപുനർഭവം വാ വാഞ്ചന്തിൽപാദരജപ്രപന്നാഃ തദേഷ നാഥാപദുരാപമന്യൈസ്തമോജനി ക്രോധവശോപ്യഹീശഃ സംസാരചക്രേ ഭ്രമദശരീരിണോ യദിച്ഛതസ്യാൽ വിഭവസമക്ഷഃ നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ ജ്ഞാനവിജ്ഞാനനിധയേ ബ്രഹ്മണേനന്ദശക്തയേ അഗുണായ വികാരായ നമസ്തേ പ്രാകൃതായ ച കാലായ കാലനാഭായ കാലാവയവസാക്ഷിണേ വിശ്വായ തതുപദ്രഷ്ട്രേ തൽകർത്രേ വിശ്വഹേതവേ ഭൂതമാത്രേന്ദ്രിയപ്രാണമനോബുദ്ധ്യാശയാത്മനെ ത്രിഗുണേനാഭിമാനേന ഗൂഢസ്വാത്മാനുഭൂതയേ നമോനന്ദായ സൂക്ഷ്മായ കൂടസ്ഥായ വിപശ്ചിതേ നാനാവാദാനുരോധായ വാച്യവാചകശക്തയേ നമ പ്രമാണമൂലായ കവയേ ശാസ്ത്രയോനയേ പ്രവൃത്തായ നിവൃത്തായ നിഗമായ നമോ നമഃ നമഃ കൃഷ്ണായ രാമായ വസുദേവസുതായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സാത്വതാംബതയേ നമഃ നമോ ഗുണപ്രദീപായ ഗുണാത്മച്ഛാദനായ ച ഗുണവൃത്യുപലക്ഷ്യായ ഗുണദ്രഷ്ട്രേ സ്വസംവിദേ അവ്യാകൃതവിഹാരായ സർവവ്യാകൃതസിദ്ധയേ ഹൃഷീകേശ നമസ്തേസ്തു മുനയേ മൗനശീലിനെ പരാവരഗതിജ്ഞായ സർവാധ്യക്ഷായ തേ നമ അവിശ്വായ ച വിശ്വായ തദ്ദ്രഷ്ട്രേസ്യ ച ഹേതവേ ത്വം ഹ്യസ്യ ജന്മസ്ഥിതി സംയമാൻ പ്രഭോ ഗുണൈരനീഹോ കൃതകാലശക്തിധൃക് തത്തൽ സ്വഭാവാൻ പ്രതിബോധയൻ സദാ സമീക്ഷയാമോഘവിഹാരൈഹസേ ശാന്താ പ്രിയാസ്തേ ഹ്യധുനാ വിദും സദാ സ്ഥാതുശ്ച തേ ധർമ്മപരീപ്സേ ഹതഃ അപരാധസകൃദ്ഭർത്രാ സോഢവ്യ സ്വപ്രജാകൃത ക്ഷന്തുമരിഹസി ശാന്താൽപന്മൂഢസ്യ ത്വാം അജാനതഃ അനുഗൃഹീഷ്വ ഭഗവൻ പ്രാണാം സ്ത്യജതി പന്നഗഃ സ്ത്രീണാം ന സാധു ശോച്യാനമ്പതി പ്രാണപ്രദീയത വിധേഹിതേ കിങ്കരീണമനുഷ്ഠയം തവാജ്ഞയാ യച്ഛ്രദ്ധയാനുതിഷ്ഠൻ വൈമുച്യത്തെ സർവതോഭയാൽ ശ്രീസുക ഉവാച ഇത്തം സനാഗപത്നീഭിർഭഗവാൻ സമഭിഷ്ടുത മൂർച്ഛിതം ഭഗ്നശിരസം വിസസർജാഘ്രികുട്ടനൈഃ പ്രതിലബ്ധേന്ദ്രിയപ്രാണഃ കാളിയ ശനകൈർഹരി കൃച്ഛ്രാൽ സമുച്ഛ്വസന്തീനഃ കൃഷ്ണം പ്രാഹകൃതാഞ്ജലിഃ കാളിയ ഉവാച വയം ഖലാഹ സഹോൽപത്യതാമസ ദീർഘമന്യവ സ്വഭാവദുസ്തിജോ നാഥ ലോകാനാം യദാസദ്ഗ്രഹഃ ത്വയാ സൃഷ്ടമിദം വിശ്വംധാതർഗുണവിസർജനം നാനാസ്വഭാവവീര്യ ഉജോ യോനി ബീജാശയാകൃതി വയം ച തത്ര ഭഗവൻ സർപ്പാജ തിരുമന്യവഃ കഥം ത്യജാമസ്ത്വന്മായാം ദുസ്ത്യജാ മോഹിതാ സ്വയം ഭവാൻ ഹി കാരണം തത്ര സർവജ്ഞോ ജഗദീശ്വരഃ അനുഗ്രഹം നിഗ്രഹം വാ മന്യസേ തദ്വിധേഹി നഃ ശ്രീസുക ഉവാച ഇത്യാകർണ്യവച പ്രാഹ ഭഗവാൻ കാര്യമാനുഷ നാത്ര സ്ഥയം ത്വയാ സർപ്പ സമുദ്രം യാഹിമാചിരം സ്വജ്ഞാത്യവത്യദാരാഢ്യഗോ നിർഭ്യർഭുജ്യതാം നദീ യ ഏതൽ സംസ്മരൻ മർത്യസ്തുഭ്യമത് അനുശാസനം കീർത്തയനുഭയോ സന്ധ്യോർന്ന യുഷ്മൽ ഭയമാപ്നുയാൽ യോസ്മിൻ സ്നാത്വമദാ ക്രീഡദേവാദീം സർപ്പേജലൈഃ ഉപോഷ്യമാം സ്മരനർച്ചേൽ സർവപാപൈഃ പ്രമുച്യത്തെ ദ്വീപം രമണകം ഹിത്വഹൃതമേതോപാശ്രിത യൽ ഭയാൽ സ സുവർണസ്ത്വം നാദ്യന്മൽപാദലാഞ്ചിതം ശ്രീസുക ഉവാച ഏവമുക്തോ ഭഗവതാ കൃഷ്ണേന അത്ഭുതകർമ്മണ തം പൂജയാമാസ മുദാ നാഗപത്ന്യശ്ച സാദരം ദിവ്യാംബരസ്രങ്മണിഭിവരാർദ്ധീരവിഭൂഷണൈഃ ദിവ്യഗന്ധാനുലേപൈശ്ച മഹത്യോൽപലമാലയാ പൂജയിത്വാ ജഗന്നാഥം പ്രസാദ്യ ഗരുഡധ്വജം തദപ്രീതോഭ്യനുജ്ഞാതഃ പരിക്രമ്യ അഭിവന്ദ്യ തം സകളത്ര സുഹൃൽ പുത്രോ ദ്വീപമഭ്യർജഗാമഃ തദൈവ സാമൃതജല യമുന നിർവിഷാഭവൽ അനുഗ്രഹാൽ ഭഗവതാ ക്രീഡാമാനുഷരൂപിണഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ ദശമസ്കന്ധേ പൂർവാർദ്ധേ കാളീയമോക്ഷണം നാമ ഷോഡശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജഡങ്ങളൊക്കെ ചേതനങ്ങളെ മാരിയും ചേതനങ്ങളൊക്കെ ജഡങ്ങളെ മാരിയാവുന്നു. ദാ നോക്കൂ, പശു
ആ പശു പുല്ല് അങ്ങനെ കടിച്ച് വായിലെടുത്തപ്പോഴാണ് വേണുഗാനം കേട്ടത്. ആ വേണുഗാനത്താൽ എല്ലാം മറന്ന് മതിമയങ്ങി നിൽക്കുന്നതായ പശുവിനെ നോക്കൂ. ആ പുല്ല് ചവയ്ക്ക പോലും ചെയ്യാതെ ആ പുല്ല് വായിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാം മറന്ന് ആനന്ദത്തിൽ മുഴുകി നിൽക്കുന്നു. സമാധിയിലാണ്ട മുനികളെ മാതിരി. ഇതാ പശുക്കുട്ടികളെ നോക്കൂ. ആ പശുക്കുട്ടികൾ അമ്മയുടെ വീട്ടിൽ ഇടിച്ച് അങ്ങനെ പാല് കുടിക്കുകയായിരുന്നു. വായിൽ നിറച്ച് പാല് വന്നപ്പോഴാണ് ദാ വേണുഗാനം കേട്ടത്. ദാ ആ 2 കിറിയിലൂടെയും ആ പാലിങ്ങനെ ഒഴുകിപ്പോവുക. 2 ചുണ്ടിൽ ഭാഗത്തൂടെ ആ പാല് ഇറക്കാവണില്ല അവറ്റയ്ക്ക്. ആ വേണുഗാനത്തിൽ മയങ്ങി നിൽക്കണ കണ്ടു. എന്താ ഗോപിമാരുടെ ഒരു ഭക്തിയുടെ ഭാവം! ഈ ഭക്തി കൊണ്ട് അവർക്ക് അങ്ങ് ദൂരെ നടക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാനും കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ദൂരശ്രവണം, ദൂരദർശനം മുതലായ സിദ്ധികളൊക്കെ ഉണ്ടായി അവർക്ക് എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. അല്ലെങ്കിൽ എത്രയോ കിലോമീറ്റർ ദൂരത്താണ് കൃഷ്ണൻ പശു വയ്ക്കാൻ പോണത്. 10-200 കിലോമീറ്ററാണ് വ്രജഭൂമി. അവിടേക്കാണ് പോകും. അപ്പോൾ നമ്മൾ പോകണം വെച്ചാൽ വണ്ടി വിളിച്ചും ബസ് വിളിച്ചും കാർ വിളിച്ചൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചൊക്കെ എത്ര പോകണം? നടന്ന ആൾക്കാർക്ക് മതിയാവും. അത്ര ദൂരങ്ങളാ. പക്ഷേ അവിടെയൊക്കെ കൃഷ്ണൻ പോയിരുന്നു കൂട്ടുകാരോടുകൂടി പശുക്കളെ മേയ്ക്കാനേ. ഇതൊക്കെ അവരുടെ വീടുകളിലിരിക്കുന്ന ഗോപിമാരെ എങ്ങനെ കണ്ടു? അവരുടെ മനസ്സ് ഭഗവാനെ സ്മരിച്ച് ചിന്തിച്ച് അവരുടെ മനസ്സ് കൃഷ്ണൻ്റെ ഒപ്പം പോവാം. അവരുടെ മനസ്സിൽ മുഴുവൻ കൃഷ്ണനാണ്. അവർ കാണുന്നതും കേൾക്കുന്നതൊക്കെ കൃഷ്ണനാണ്. കൃഷ്ണൻ ചെയ്യുന്ന ഓരോന്നും അവരുടെ ഭക്തിയുടെ പരിശുദ്ധി കൊണ്ട് കാണണു, അറിയണു, അനുഭവിക്കുന്നു. ഇതാ ഇങ്ങനെ ഓരോരുത്തരുടെ ഭാഗ്യത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം എന്തായി? ഏവം വിധോ വദ ഭഗവതഃ യാ വൃന്ദാവനചാരിണഃ വർണ്ണയന്ത്യോമിത ഗോപ്യഃ ക്രീഡാ തന്മയതാം യയു. ഇങ്ങനെ കൃഷ്ണൻ്റെ ആ വേണുഗാനത്തെക്കുറിച്ച്, അത് കാണുന്ന സമയത്തുള്ള ആ ജീവജാലങ്ങളുടെയൊക്കെ ആ ഭാവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് വർണ്ണിച്ച് അവരെല്ലാം മറന്ന് ഉന്മാദാവസ്ഥയിലെത്തി തന്മയത്വം പ്രാപിച്ചു ഭഗവാനോട്. ഇത് ഭക്തിയുടെ ഒരവസ്ഥയാണ്. ഇനി അവർക്ക് ഒരു നിമിഷ നേരം പോലും ഈ കൃഷ്ണവിരഹം സാധ്യമല്ല. അവർക്ക് കൃഷ്ണനോട് ചേരണം, കൃഷ്ണം പ്രാപിക്കണം, കൃഷ്ണനെ അവർക്ക് സ്വന്തമാക്കണം, കൃഷ്ണനോട് അവർക്ക് ഐക്യം പ്രാപിക്കണം. അതിനെന്താ വഴി? അപ്പോൾ അവർക്ക് ഒരു ഗുരുനാഥനൊക്കെ ഉണ്ട്. ആ ഗുരുനാഥനോട് ചോദിച്ചു, ചാണ്ഡില്യ മഹർഷിയെ പറ്റിയാണ്. ആ പറഞ്ഞു, ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവതിയെ ഭജിക്കണം. മായ മറ മാറ്റി തന്നാലേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ, പ്രാപിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കൃഷ്ണൻ, പക്ഷേ എങ്കിലും മായ മറയായിട്ട് നിൽക്കണ്ടേ. അതുകൊണ്ട് ഈ മായയാണ് ഭഗവതിയമ്മാലോ, നമ്മുടെ കാളിയമ്മ. അമ്മയെ ഭജിച്ച് പ്രാർത്ഥിച്ചാലോ അമ്മ വഴി മാറിത്തരും, തിരശീല മാറ്റിത്തരും. മായയാകുന്ന തിരശീല മാറ്റിത്തരുമ്പോഴോ ആ കണ്ണനെ കാണാം, ഭഗവാനെ കാണാം, ഭഗവാനെ പ്രാപിക്കാം, ഭഗവാനോട് ചേരാം. അപ്പോൾ ഗോപികമാർ ഭഗവതി അമ്മയെ പൂജിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നല്ല വൃശ്ചികം ധനുമാസക്കാലം, നല്ല തണുപ്പുള്ള കാലമാണ്. വെളുപ്പാൻ കാലത്ത് മരം പോലും കോച്ചുന്ന തണുപ്പുള്ള ആ സമയം അവിടുത്തെ എല്ലാ ഗോപസ്ത്രീകളും എണീക്കും. തലേദിവസം തന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കും. എന്നിട്ടോ ഇവർ ഉണർന്നവരെ ഉണരാത്തവരെ വിളിക്കും. എന്നെ എല്ലാവരും കൂടി ആ കൃഷ്ണനെക്കുറിച്ച് പാടി ആടി തിമിർത്തുകൊണ്ട് പൂജാപദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് കാളിനീയുടെ തീരത്തേക്ക് പോകും. അവിടെ പോയി ആ മരം തണുത്ത് വിറയ്ക്കുന്ന പച്ചവെള്ളത്തിൽ കുളിക്കും. അവർ തണുപ്പൊന്നും അറിയണില്ല, കാരണം അവരുടെ മനസ്സിൽ മുഴുവൻ കൃഷ്ണനാണ്. കൃഷ്ണസ്മരണയിൽ അവരെ ദേഹത്തെ അവരെ മറക്കുക. അവർ ആ തണുന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കും. എന്നിട്ടോ കരയ്ക്ക് കയറി മണൽ കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കും. പ്രതിമയൊന്നുമല്ല, മണൽ വാരി വെച്ചിട്ട് അതിനെ ഭഗവതിയമ്മയായി സങ്കല്പിക്കും. എന്നിട്ടോ അതൊക്കറിയുമാതിരി അവർ പൂജിക്കും. ഭക്തിയാണല്ലോ പൂജയിൽ മുഖ്യം. അവിടെ ഭഗവാനെ സാന്നിധ്യം ഫീൽ ചെയ്തുകൊണ്ട് പൂജിക്കുക, അതാണ് മുഖ്യം. കൃഷ്ണനാവും ആ രൂപത്തിൽ വരണേ, പറയാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായാലും അങ്ങനെ പൂജയൊക്കെ ചെയ്യും. എന്നിട്ടോ അവസാനം അമ്മയോടൊരു പ്രാർത്ഥന ചെയ്യും. എന്താ പ്രാർത്ഥന അറിയോ? കാത്യായനീ മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമ. അല്ലയോ മഹാമായേ, എല്ലാ യോഗങ്ങളും ഭക്തന്മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്ന യോഗേശ്വരി, നന്ദഗോപര പുത്രനായ കൃഷ്ണൻ ഞങ്ങളുടെ ഭർത്താവായി വരണം, പതിയായി വരണം, അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിക്കുവരെ.